തമിഴ്നാട്ടിൽ ഒരു വലിയ രാഷ്ട്രീയ വിവാദം ഇപ്പോൾ അലയടിക്കുകയാണ്. അതായത് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്ക് Z+ സുരക്ഷ ആണ് ഇപ്പോൾ നൽകുന്നത്. കാരണം തമിഴ്നാട് മുഖ്യമന്ത്രിയാണ്, അതുകൊണ്ട് തന്നെ ഹൈ സെക്യൂരിറ്റി ആണ് നൽകുന്നത്. തമിഴ്നാട്ടിൽ ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം, മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് സ്വന്തം വകുപ്പിനെയും തമിഴ്നാട്ടിലെ പോലീസിനെയും വിശ്വാസമില്ലേ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇത് TVKയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നാണക്കേടാണ്. കാരണം സ്വന്തം മുഖ്യമന്ത്രിക്ക് തന്നെ സ്വന്തം സംസ്ഥാനത്തിന്റെ പോലീസ് സേനയെ വിശ്വാസമില്ലെങ്കിൽ ജനങ്ങളുടെ സുരക്ഷ അതൊരു ചോദ്യചിഹ്നമായി തന്നെ അവിടെ അവശേഷിക്കും. സ്വകാര്യ ബോഡി ഗാർഡ് എന്തിനാണ് എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ AIADMK ഉയർത്തുന്നത്. അതായത് മാഹിക്കാരനായ നയീം മൂസ ആണ് ജോസഫ് വിജയ്ക്ക് സ്വകാര്യമായ ഒരു സുരക്ഷ ഇപ്പോൾ ഒരുക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണങ്ങളെ ചുറ്റിപ്പറ്റി പുതിയ രാഷ്ട്രീയ വിവാദത്തിന് ഇത് വഴിവെച്ചിരിക്കുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നതിനായി സംസ്ഥാന പോലീസിന് കീഴിൽ കോർ സെൽ എന്നറിയപ്പെടുന്ന ഏറ്റവും ഉയർന്നതും സവിശേഷവുമായ സുരക്ഷാ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ടെന്ന് AIADMK ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മുഖ്യമന്ത്രി വിജയ്ക്ക് നിലവിൽ Z+ സുരക്ഷയാണ് ഉള്ളത്. അദ്ദേഹത്തിനുള്ള ഭീഷണികൾ കണക്കിലെടുത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശുപാർശ പ്രകാരം കേന്ദ്ര സർക്കാരാണ് ഈ സുരക്ഷ ഏർപ്പെടുത്തിയത്. വിജയ് എവിടെ പോയാലും അദ്ദേഹത്തിന് ആയുധധാരികളായ കമാൻഡോകളുടെയും സംസ്ഥാന പോലീസിന്റെയും സുരക്ഷയുണ്ട്. ഇത്രയും വിപുലമായ സുരക്ഷാ വലയം ഉണ്ടായിട്ടും മുഖ്യമന്ത്രിയുടെ സ്വകാര്യ സുരക്ഷാ ഉദ്യോഗസ്ഥനായ നയീം മൂസയെ എവിടെയും കാണാം. വിജയുടെ ഡൽഹി യാത്രകളിൽ പോലും മലയാളിയായ നയീം മൂസ ഒപ്പമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് Z+ കാറ്റഗറിയിലുള്ള ഒരാൾക്ക് സ്വകാര്യ സുരക്ഷാ ഉദ്യോഗസ്ഥൻ എന്തിനാണ് എന്ന് AIADMK ഇപ്പോൾ ചോദിക്കുന്നത്. AIADMK MP ഇമ്പദുര തന്റെ X പ്ലാറ്റ്ഫോമിൽ ഇത് സംബന്ധിച്ച് ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രിക്ക് കോർ സെൽ ഉൾപ്പെടെയുള്ള ഔദ്യോഗിക സുരക്ഷാ വലയങ്ങൾ സർക്കാർ നൽകുമ്പോൾ അദ്ദേഹം എന്തിനൊരു സ്വകാര്യ അംഗരക്ഷകരോടൊപ്പം യാത്ര ചെയ്യുന്നു? സംസ്ഥാന പോലീസ് നൽകുന്ന സുരക്ഷയിൽ മുഖ്യമന്ത്രിക്ക് പൂർണ്ണ വിശ്വാസമില്ലേ എന്നാണ് ഇമ്പദുര ചോദിക്കുന്നത്. സർക്കാർ സുരക്ഷാ സംവിധാനങ്ങളിൽ ഉൾപ്പെടാത്ത ഒരാൾ അംഗരക്ഷകൻ എന്ന പേരിൽ മുഖ്യമന്ത്രിയുടെ നിഴലായി തുടരുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് അനുയോജ്യമാണോ? കൂടാതെ ഔദ്യോഗിക സുരക്ഷാ മേഖലയിലേക്ക് ഇദ്ദേഹത്തെ ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശിപ്പിക്കുന്നത്? സുരക്ഷയും വിവര സുരക്ഷയും സംബന്ധിച്ച ഈ നിർണായക ചോദ്യങ്ങൾക്ക് തമിഴ്നാട് സർക്കാർ മറുപടി നൽകുമോ എന്നും ഇമ്പദുര കൂട്ടിച്ചേർക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വിജയുടെ വ്യക്തിപരമായ അംഗരക്ഷകനാണ് നയീം മൂസ. ദുബായിൽ സ്ഥിരതാമസമാക്കിയ ഇദ്ദേഹത്തിന് സ്വകാര്യ സെക്യൂരിറ്റി വിംഗ് ഉണ്ട്. ദുബായിൽ ഒരു സെക്യൂരിറ്റി സേവന സ്ഥാപനത്തിൽ പ്രവർത്തിച്ച നയീം മൂസ 2008 ജൻസൂർ സെക്യൂരിറ്റി സർവീസ് എന്ന പേരിൽ സ്വന്തമായ ഒരു സ്ഥാപനം ആരംഭിക്കുകയായിരുന്നു. അടുത്തിടെ തിരുച്ചിറപ്പള്ളിയിൽ നടന്ന TVK പൊതുസമ്മേളനത്തിനിടെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക പ്രചാരണ വാഹനത്തിൽ നിന്നും ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ താഴെ വീണ സംഭവത്തെ തുടർന്ന് തമിഴ്നാട്ടിലെ VVIP സുരക്ഷാ ക്രമീകരണങ്ങൾ വലിയ ചർച്ചയായി മാറിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇമ്പദുര പുതിയ വിമർശനവുമായി ഇപ്പോൾ വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്വകാര്യ അംഗരക്ഷകരെ ഉപയോഗിക്കുന്നത് നിയമപരമായ നടപടിക്രമങ്ങൾക്ക് വിധേയമായിട്ടാണോ എന്ന് തമിഴ്നാട് സർക്കാർ ഉടൻ വ്യക്തമാക്കണമെന്നാണ് ആവശ്യം. ഈ വിഷയം വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.